അരച്ച് വെച്ച് നാളികേരവും പച്ചമുളകും ജീരകം കൂടിയുള്ള അരച്ചത് അതിൽ ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. തക്കാളി വേവാനുള്ള വെള്ളം വേണ്ടു. അപ്പോൾ ആദ്യം നമുക്ക് മിക്സി കഴുകിയ വെള്ളം ആദ്യം ഒഴിക്കാം. ഇപ്പം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ തക്കാളി വേവാനുള്ള വെള്ളം, അത് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഇത്ര ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഈ തക്കാളി അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം വേവിക്കണം. അപ്പോൾ ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ പിടിക്കും. അപ്പോൾ നമുക്ക് അടുപ്പത്ത് വെച്ച് ആദ്യം സ്റ്റവ് ഒന്ന് ഹൈയിൽ വെക്കുക. തിളച്ചതിന് ശേഷം നമുക്കത് മീഡിയത്തിലേക്ക് ആക്കി വയ്ക്കാം. ഇപ്പോൾ അതാ വന്നു തുടങ്ങി. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. അതിന് ശേഷം തീ താത്തി വെച്ചിട്ട് തക്കാളി ഉടയുന്നവരെ നമുക്ക് വേവിക്കണം. ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ വേണ്ടി വരുള്ളൂ. ഇതാ 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. നല്ലോണം തക്കാളിയൊക്കെ വെന്തേക്കണു. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടേ